പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ബീഹാറിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടത് എന്തെന്നാൽ, ഈ 2-3 മാസങ്ങൾക്ക് മുമ്പ് 1,00,000 ചില്ലാനം കോടി ചിലവാക്കി പാവപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞ് 10,000 രൂപ കൊടുത്തതിൻ്റെ പേരിലാണ്. ഇപ്പോൾ 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ 20 വർഷം ഭരിച്ചിട്ട് ഇവർ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. 20 വർഷം ഭരിച്ചിട്ടും ഇപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇളക്കിവിട്ട് സാധുക്കളെ സഹായിക്കണമെന്നാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കാർഷിക കടം മൻമോഹൻ സിംഗ് 72,000 കോടി എഴുതിത്തള്ളിയിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട കൃഷിക്കാർക്കും മറ്റുള്ളവർക്കുമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ 1,00,000 ചില്ലാനം കോടി കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്ത് വോട്ട് മേടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ കാര്യസ്ഥര വെച്ചിട്ടാണ് തോൽപ്പിച്ചത്. അപ്പോൾ തോൽവിയും ജയമെല്ലാം ഉണ്ടാകും. അത് കണ്ട് പഠിക്കണമെന്നാണ് കോൺഗ്രസും എല്ലാവർക്കും കിട്ടുന്ന അനുഭവം. അതുകൊണ്ട് ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടത് കണക്കാക്കേണ്ട കാര്യമില്ല. ഇനി വരുന്ന 4 സ്റ്റേറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്. ഇവിടെ BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത്, അവിടുത്തെ പല സ്ഥലത്തും കേരളത്തിൽ ഉള്ള വോട്ടൊക്കെ ഇവിടെ തൃശ്ശൂർ കൊണ്ട് ചേർത്തി. ആലത്തൂർ, പാലക്കാട്, കൊല്ലം, അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും കേരള സംസ്ഥാനത്തിലെ ഒരുപാട് വോട്ടുകൾ 50,000 വോട്ട് ചേർത്തതിൻ്റെ പേരിലാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ ഇവർ വളരെ മോശമായ അനുഭവമാണ്. അപ്പോൾ BJPയും CPMും കൂടിയിട്ടുള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ത്യ സഖ്യത്തിന് പരാജയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വരുന്ന 4 സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഒരു സ്റ്റേറ്റ് ആസാം മാത്രമേ ഉള്ളൂ. പശ്ചിമ ബംഗാളും ഇവിടെ തമിഴ്നാടും പിന്നെ കേരളവും വേറെ സ്റ്റേറ്റ് ആളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ കാലാവസ്ഥയുണ്ട് എന്നും പശ്ചിമ ബംഗാൾ വീണ്ടും മമതാ ബാനർജി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട കാര്യങ്ങൾക്ക് ഒപ്പം നിന്ന് തിരുത്തി കൊണ്ടുവരികയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ പറഞ്ഞു. ഈ പരിപാടി കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.